നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിലാഡൽഫിയക്കെതിരെയുള്ള MLS മത്സരത്തിനിടക്ക് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്ത ലയണൽ മെസ്സി കളിക്കളം വിട്ടിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണോ എന്നുള്ളത് ആരാധകരെ ആശങ്കയിലാക്കുമ്പോൾ അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ്നെഡൂല് പുറത്തുവിട്ട വിവരമനുസരിച്ച് അദ്ദേഹത്തിന് അത്ര പ്രശ്നമുള്ള പരിക്കൊന്നുമില്ല, ഒരു പ്രിക്കോഷൻ എന്ന രൂപത്തിൽ മാത്രം കയറിപ്പോയതാണ് എന്നായിരുന്നു ഇതുവരെ പുറത്തുണ്ടായിരുന്ന വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലി ഇന്റർ മയാമി അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിയാണ്. അതിൽ അവർ പറയുന്നത് എങ്ങനെയാണ്: ഇന്റർ മയാമി CF ഹാസ് പ്രൊവൈഡഡ് ആൻ ഇഞ്ചുറി അപ്ഡേറ്റ് പ്രസൻറ്റഡ് ബൈ ബാപ്റ്റിസ്റ്റ് ഹെൽത്ത് ഫോർ ലിയോ മെസ്സി. ഇന്റർ മയാമിയുടെ ക്യാപ്റ്റൻ കഴിഞ്ഞ ദിവസം കളിക്കളം വിട്ടുപോയിരുന്നല്ലോ. ഫിലാഡൽഫിയ യൂണിയനെതിരെയുള്ള കളിക്കിടയിൽ ഫിസിക്കൽ ഡിസ്കംഫേർട്ട് കാരണം കളിക്കളം വിട്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് നടത്തി. ഈ തിങ്കളാഴ്ച, അതായത് ഇന്നലെ മെഡിക്കൽ ടെസ്റ്റ് നടത്തി. അതിൻ്റെ ഇനീഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ഓവർലോഡ് അസോസിയേറ്റഡ് വിത്ത് മസിൽ ഫാറ്റീഗ് ഇൻ ഹിസ് ലെഫ്റ്റ് ഹാംസ്ട്രിങ്. അതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഇടത് കാലിലെ ഹാംസ്ട്രിങ്ങിന് മസിൽ ഓവർലോഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ മസിൽ ഫാറ്റീഗ് ഉണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിനുള്ള പ്രശ്നം. ഇനി എന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി വരും എന്നുള്ളതിന് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞവർ എങ്ങനെയാണ്: ദി ടൈം ലൈൻ ഫോർ ഹിസ് റിട്ടേൺ ടു ഫിസിക്കൽ ആക്ടിവിറ്റി വിൽ ഡിപ്പെൻഡ് ഓൺ ഹിസ് ക്ലിനിക്കൽ ആൻഡ് ഫങ്ഷണൽ പ്രോഗ്രസ്. സോ അദ്ദേഹം കുറച്ച് നാൾ പുറത്തിരിക്കും. എന്ന് മടങ്ങി വരും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും, ക്ലിനിക്കൽ ആൻഡ് ഫങ്ഷണൽ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും അദ്ദേഹം മടങ്ങി വരിക എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി ഇന്റർ മയാമി അറിയിക്കുന്നത്. അതേസമയം അർജൻറ്റീനയിൽ നിന്ന് ESPN അർജൻറ്റീന ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിടുന്നത് മെസ്സിക്ക് 10 മുതൽ 14 ദിവസക്കാലം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ്. മെസ്സിസ് റിക്കവറി ഈസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് ബിറ്റ്വീൻ 10 to 14 days. മാക്സിമം 2 ആഴ്ചക്കാലം വേണ്ടി വന്നേക്കും. അങ്ങനെയെങ്കിൽ അർജൻറ്റീനയുടെ ജൂൺ 6 ഹോണ്ട്രാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി മത്സരമുണ്ട്. അതിൽ മെസ്സി കളിക്കുന്ന കാര്യം സീരിയസ് ഡൗട്ടാണ്. ഒരു പക്ഷേ രണ്ടാമത്തെ ഫ്രണ്ട്ലി മത്സരം ജൂൺ 9 അവർ ഐസ്ലൻഡിനെതിരെ കളിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം കുറച്ച് മിനിറ്റുകൾ കളിച്ചേക്കും എന്നാണ് ഇപ്പോൾ ESPN അർജൻറ്റീനയുടെ റിപ്പോർട്ട്. ഏതായാലും വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകും. അത്ര വലിയ ഇഷ്യൂ ഉള്ള പരിക്കല്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.